ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഫ്ലാസ്കിന് കഴുകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഒരു ഫ്ലാസ്ക് കഴുകിയിട്ട് അബദ്ധം പറ്റിയൊരു ഇതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചായയൊക്കെ ആക്കി വയ്ക്കുമ്പോൾ ഫ്ലാസ്കിൽ നല്ല കറിയൊക്കെ പറ്റാനിടയുണ്ട്. എത്ര നമ്മൾ കഴുകിയാലും വൃത്തിയാവാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ഫ്ലാസ്ക് കഴുകിയിരുന്നു എന്ന് വിചാരിച്ചാൽ ഉണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ സ്ക്രബ്ബർ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ചകിരിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലിട്ട് കഴുകി വൃത്തിയാക്കാറ്. എങ്ങനെ കഴുകിയാലും ചായയുടെ കറിയൊക്കെ പോവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിങ്ങനത്തെ സ്റ്റീലിൻ്റെ ചട്ടുകം ഇതിലിട്ടിട്ട് ഞാൻ സ്ക്രബ്ബർ ഇട്ടിട്ട് നന്നായി അതുകൊണ്ടാണ് കേട്ടോ ഉരച്ച് കഴുകാറ്. പിന്നെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഫ്ലാസ്കിൻ്റെ ഒക്കെ ഉള്ളിൽ ഒരു സിൽവറിൻ്റെ കനം കുറഞ്ഞൊരു സാധനമാണ്, ഒരു പാളികളാണ് വെച്ചേക്കണത്. അത് ഒരു ദിവസം ഞാൻ ഈ സ്ക്രബ്ബറൊക്കെ ഇട്ട് ഉരച്ചിങ്ങനെ ഈ ചട്ടുകം ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ അതുകൊണ്ട് ഇങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ പെട്ടെന്ന് പടക്കം പൊട്ടണ പോലെ ഒരു ശബ്ദം കേട്ടു. ഞാൻ അടുക്കളയിൽ നിന്ന് ഞെട്ടി, എൻ്റെ കൈയും കാലൊക്കെ വിറച്ചു കേട്ടോ ആ ശബ്ദം കേട്ടിട്ട്. ഞാൻ വിചാരിച്ചാൽ ഗ്യാസ് എങ്ങാനും പൊട്ടിത്തെറിച്ചതാണോ എന്ന് വിചാരിച്ചു. ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ഞാൻ ഞെട്ടിയത് മാത്രമല്ല, ഫ്ലാസ്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ ഉള്ളിലത്തെ ഈ സിൽവറിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അടുക്കളയിലാകെ കുപ്പിച്ചില് ചെതറണ പോലെ ചെതറി. അതിന് ശേഷം ഞാൻ ഈ ചട്ടുകം കൊണ്ട് ഫ്ലാസ്ക് കഴുകാറേ ഇല്ല കേട്ടോ. അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടി കൂട്ടുക. പിന്നെ നന്നായി ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് അതിലൊഴിച്ചിട്ട് ഈ കടലാസ് അതിലേക്ക് ചുരുട്ടി കൂട്ടിയിട്ട് വെച്ചിട്ട് ഒന്ന് നന്നായി കുലുക്കുക. എത്ര കറ പിടിച്ച ഫ്ലാസ്ക് ആയാലും ഇത് വൃത്തിയാവും കേട്ടോ. സൂപ്പറാണ് കേട്ടോ ഈ ടിപ്സ്. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. ആ കടലാസ് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം എല്ലായിടത്തും ഒന്ന് കഴുകാം കേട്ടോ. വേണമെങ്കിൽ കടലാസ് നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള കണ്ണാടികളൊക്കെ മുഷിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ മുഖം നോക്കണ കണ്ണാടി ഉണ്ടല്ലോ, അതും അതെ, ന്യൂസ് പേപ്പർ വെച്ച് വെള്ളം മുക്കി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കണ്ടാവും. അതുമേലത്തെ കറകളും എല്ലാം പോവാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ പേടിച്ച് പോയി ഞാനൊരു നിമിഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. ഇതേപോലെ ഒന്ന് മാറി നിങ്ങൾ ഫ്ലാസ്ക് അപ്പോൾ അതുപോലെ കഴുകരുത് കേട്ടോ. വടിയോ അല്ലെങ്കിൽ ചട്ടുകോ എന്തെങ്കിലും ഒന്നും ഉപയോഗിച്ച് കഴുകരുത്. ഇതേപോലെ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെച്ച് കഴുകുക. ഫ്ലാസ്കൊക്കെ നന്നായിട്ട് വൃത്തിയാകും. സൂപ്പറാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അന്ന് ഞാൻ നന്നായി പേടിച്ചു. എൻ്റെ കൈയൊക്കെ കുറേ നേരത്തേക്ക് വിറയ്ക്കുകയായിരുന്നു ആ ശബ്ദം കേട്ടിട്ട്. എൻ്റെ വിചാരം ഗ്യാസാണാവോ പൊട്ടിത്തെറിച്ചതെന്ന് വിചാരിച്ചത്. ഒരു മിനിറ്റ് നേരത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി. പിന്നെ അപ്പോൾ അടുക്കളയിലേക്ക് പിന്നെ കുറേ ദിവസത്തേക്ക് കിടക്കാൻ പേടിയായിരുന്നു.